അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്നിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരത്തെ സ്നേഹം പ്രകടമാക്കുന്ന ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. മക്കയിലെ കാഫിറുകൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ വധിക്കാൻ തീരുമാനിച്ച സമയം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ചു. ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് അവർ രാത്രിയിൽ യാത്ര തിരിച്ചു. മക്കയ്ക്ക് പുറത്തുള്ള സൗർമലയിലെ ഒരു ഗുഹയിലാണ് അവർ അഭയം തേടിയത്. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് രഹസ്യമായി പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്നിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ സ്നേഹം പ്രകടമാക്കുന്ന ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. മക്കയിലെ കാഫിറുകൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ വധിക്കാൻ തീരുമാനിച്ച സമയം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ചു. ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് അവർ രാത്രിയിൽ യാത്ര തിരിച്ചു. മക്കയ്ക്ക് പുറത്തുള്ള സൗർമലയിലെ ഒരു ഗുഹയിലാണ് അവർ അഭയം തേടിയത്. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങിവിടെ നിൽക്കൂ, ഞാൻ ആദ്യം അകത്തു കയറി വൃത്തിയാക്കാം. ഗുഹയ്ക്കുള്ളിൽ വന്യമൃഗങ്ങളോ വിഷപ്പാമ്പുകളോ ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കട്ടെ, അങ്ങേക്ക് ഒന്നും സംഭവിക്കരുത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയ്ക്കുള്ളിൽ കയറി. അവിടെയുണ്ടായിരുന്ന ചെറിയ മാളങ്ങളും തുളകളും പാമ്പുകളോ തേളുകളോ വരാതിരിക്കാൻ തൻ്റെ വസ്ത്രം കീറി തുണി കൊണ്ട് അടച്ചു. എന്നിട്ടും ഒരു മാളം ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് തുണി തികയാതെ വന്നപ്പോൾ അദ്ദേഹം സ്വന്തം കാൽപാദം വെച്ച് ആ മാളം അടച്ചു പിടിച്ചു. തുടർന്ന് അദ്ദേഹം പ്രവാചകനെ അകത്തേക്ക് ക്ഷണിച്ചു. യാത്ര ചെയ്ത് തളർന്ന പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തല വെച്ച് ഉറങ്ങി. ആ നേരം മാളത്തിൽ ഒളിച്ചിരുന്ന വിഷപ്പാമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ ശക്തമായി കടിച്ചു. വിഷം ശരീരത്തിൽ പടർന്ന് കഠിനമായ വേദന അനുഭവപ്പെട്ടിട്ടും പ്രവാചകന്റെ ഉറക്കം ഉണരുമെന്ന് ഭയന്ന് അദ്ദേഹം ഒരൽപ്പം പോലും അനങ്ങാതെ വേദന സഹിച്ചു നിന്നു. എന്നാൽ വേദന കാരണം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ പ്രവാചകന്റെ മുഖത്ത് വീണു. പ്രവാചകൻ പെട്ടെന്ന് ഉണർന്നു. അബൂബക്കർ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്നെ ഒരു പാമ്പ് കടിച്ചതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ തൻ്റെ ഉമ്മനീർ ആ മുറിവിൽ പുരട്ടുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വേദനയും വിഷവും പൂർണ്ണമായി മാറുകയും ചെയ്തു. 3 ദിവസമാണ് അവർ ആ ഗുഹയിൽ കഴിഞ്ഞത്. ഇതിനിടയിൽ മക്കയിലെ ശത്രുക്കൾ അവരെ തിരഞ്ഞ് ഗുഹാമുഖത്ത് വരെ എത്തി. പുറത്തു നിൽക്കുന്ന ആളുകളുടെ കാൽപാദങ്ങൾ അകത്തിരുന്ന് കാണാമായിരുന്നു. ഭയന്നുപോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് രഹസ്യമായി പറഞ്ഞു, പ്രവാചകരെ, അവർ താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോൾ പ്രവാചകൻ ശാന്തനായി മറുപടി നൽകി, അബൂബക്കർ, പേടിക്കേണ്ട, നമ്മൾ 2 പേരല്ല, മൂന്നാമനായി അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ശത്രുക്കൾ ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കിയില്ല. കാരണം അവർ എത്തുന്നതിന് മുമ്പ് അള്ളാഹു തആലയുടെ അനുഗ്രഹത്താൽ ഗുഹാമുഖത്ത് ഒരു ചിലന്തി വല നെയ്യുകയും ഒരു പ്രാവ് അവിടെ മുട്ടയിട്ട് അടിയിരിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി ആരും കയറാത്ത ഗുഹയാണെന്ന് കരുതി ശത്രുക്കൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇക്കഥ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതിരറ്റ സ്നേഹം മാത്രമല്ല, അവർ തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള സൗഹൃദവും ദൈവവിശ്വാസവും കൂടെ പ്രകടമാക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.